സമയത്ത് എന്തായി മണ്ണിൽ വളമുണ്ട്, പക്ഷെ നൈട്രജൻ ആക്കാൻ വേണ്ടി ജീവാണുക്കളില്ല, മണ്ണിലില്ല. അപ്പം നമ്മളെന്തോ ജീവാമൃതം 1 ലിറ്റർ അങ്ങ് കൊടുത്തപ്പോൾ ഈ 3 ലക്ഷം ജീവാണുക്കൾ അടിയിൽ ഒഴിക്കുമ്പോൾ, ജീവാമൃതം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, ഒന്നിക്കൽ ഉച്ചക്ക് ഒഴിക്കാൻ പാടില്ല. ഈ ചൂട്ടിന് ജീവാണുക്കളെല്ലാം നശിച്ചു പോകും. ഒന്നിക്കൽ പുതവെക്കുക വരും, എന്നിട്ട് വിത്ത് നടും. വിത്ത് നടുമ്പോൾ കുറച്ച് അടുത്തടുത്ത് നടും. പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ നമുക്കൊരു മോശമാണ്, ചിലെല്ലാം മുളക്കാനില്ലെങ്കിലും പ്രശ്നം. അത് മാത്രമല്ല, വിത്ത് ഇട്ട് കഴിഞ്ഞാൽ അടുപ്പിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ മോശം മുളച്ച് വരുന്നതൊക്കെ പറിച്ച് കളയും. അത് 2 ഇല 3 ഇല വരുമ്പോൾ തന്നെ പറിച്ച് കളയും. അപ്പോൾ നമ്മൾ വിത്ത് പറഞ്ഞാൽ ഏകദേശം ഒരു ചാനലിലെ രീതിയിൽ ഏകദേശം ഒരടിയിൽ 3 വിത്തങ്ങ് നടുന്നുള്ളൂ. ഒരടിയിൽ 3 വിത്തിൻ്റെ ഒരു അങ്ങ് നട്ടിട്ട് പോകും, എല്ലാം മുളക്കുമായിരിക്കും. അതിൽ ഏകദേശം 2 അടി ഗ്യാപ്പ് വരുന്ന രീതിയിലെ വിത്ത് മോശമുള്ള തൈകളെല്ലാം പൊരിച്ചും കളയും. നടുന്ന സമയത്ത് നമ്മൾ എന്ന് പറഞ്ഞാൽ അടിവളം എപ്പോഴും 2 രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ അടിവളം നല്ലോണം കൊടുക്കുകയാണ് നല്ലത്, പിന്നെ വളം കുറച്ചേ വേണ്ടൂ. നമ്മളൊരു ചാണകപ്പൊടി മണ്ണിലിടുമ്പോൾ ആ ചാണകപ്പൊടി ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. 15 ദിവസവും വേണം. അതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ മണ്ണിലെ ജീവാണുക്കളും മണ്ണിലെയും കൂടി ഇതിനെ നൈട്രജനാക്കി മാറ്റിയിട്ട് നൈട്രജൻ ആയാൽ മാത്രമേ വലിച്ചെടുക്കാൻ പറ്റൂ. ഈ മറ്റ് 3കളിൽ തക്കാളിയും പച്ചമുളകും ഈ വഴുതനിയും എന്ന് പറയുന്നത് നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ അത് കാണാത്ത രീതിയിൽ മൊത്തം മണ്ണ് കയറുക. വെള്ളം ഒഴിക്കരുത്, നനക്കണം. ഒഴിക്കലും നനക്കലും വ്യത്യാസമുണ്ട്. ചിലവർ കൊണ്ടുപോയിട്ട് ഒഴിക്കുമ്പോൾ വിത്തെല്ലാം പുറത്തേക്ക് വരും. അല്ല, അപ്പോൾ നനച്ചു കൊടുത്താൽ മതി 3 ദിവസം. അതല്ലാതെ നമ്മുടെ ശരീരത്തിൽ പരിശോധിച്ചാൽ pH 7.35 വേണ്ട, അത് കുറയാൻ പാടില്ല. ഈ 7.35 കിട്ടണമെങ്കിൽ നമ്മൾ ഈ മണ്ണിലെ pH ഉള്ള അതിന് ഭക്ഷണം നമ്മൾ കപ്പയായാലും വഴുതനങ്ങയായാലും കൈപ്പക്കയായാലും ജൈവ രീതിയിൽ നമ്മൾ pH 7 മണ്ണിൽ കൃഷി ചെയ്ത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ pH കിട്ടും, വേറെ എവിടെ നിന്ന് കിട്ടാനില്ല. പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഇപ്പം ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത കോത്തായ്മക്കിനടുത്ത് എച്ചിലാമ്പയിൽ എന്ന സ്ഥലത്താണ്. ഇവിടെ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. കുറേ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു കണ്ണേട്ടൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കൃഷിയിടത്തിലാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. കണ്ണേട്ടാ നമസ്കാരം. വാ, ഇതാണ് നമ്മുടെ കണ്ണേട്ടൻ. കണ്ടാൽ ഒന്നും തോന്നിയല്ല, പക്ഷേ ഈ തലക്കകത്ത് ഭയങ്കര ഇതാണ്. കാരണം വെച്ചാൽ അറിയാൻ മേലാത്ത കാര്യങ്ങൾ, കൃഷിയെ സംബന്ധിച്ച് എന്ത് അറിവുകൾ വേണേലും ഈ തലക്കകത്തുണ്ട്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും കൃത്യമായ മറുപടികൾ തന്നുകൊണ്ടിരിക്കും. കാരണം എല്ലാം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കുറേ അധികം അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് അതിനെപ്പറ്റി പറഞ്ഞു തരാം. അപ്പോൾ കണ്ണേട്ടാ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നത്? പച്ചക്കറി കൃഷി നമ്മുടെ 45 വർഷമായിട്ട് 100% ജൈവ രീതിയിലുള്ള കൃഷി രീതികളാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ നാടൻ വിത്തിനെ സംരക്ഷിക്കുക എന്നാണ്. ആദ്യം മുതലേ ഉള്ള നാടൻ വിത്തുകൾ, നാടൻ വെള്ളരി ആയാലോ കയ്പയായാലോ പയറായാലോ പിന്നെ വഴുതനങ്ങ ആയാലോ എല്ലാം നാടൻ വിത്തുകളാണ്. ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. നാടൻ വിത്തുകളെ സംരക്ഷിക്കാൻ ആരും തന്നെ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, പെട്ടെന്ന് ഹൈബ്രിഡ് വിത്തിലേക്ക് നമുക്ക് വേണ്ടാന്നല്ല, അതിനെ എതിർക്കുന്ന കൂട്ടത്തിലല്ല, നമുക്കതിൻ്റെ വിത്തിനെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നാടൻ വിത്തുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ നാടൻ വിത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചിട്ടാണ് പൂർണ്ണമായ ജൈവ കൃഷിയിലേക്ക് വരുന്നത്. അത് മാത്രമല്ല, നമ്മൾ ആരോഗ്യകരമായി ഇന്നറിയാം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ നമ്മുടെ കച്ചവട മേഖലയിലല്ലാതെ കൃഷി രീതികൾ നമ്മുടെ വീടുകൾക്ക് ഒരു 10 സെൻറ്റും സ്ഥലവും ഉണ്ടെങ്കിൽ നമുക്കൊരു വർഷത്തേക്ക് ഒരു പച്ചക്കറിയും വാങ്ങണ്ട എന്നുള്ള കൃഷി രീതികൾ ഈ BPKP പദ്ധതിയുടെ അടുത്ത കാലത്താണ് കൊറോണയ്ക്ക് ചെല്ലുമ്പോഴാണ് BPKP പദ്ധതി, ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി എന്നാണ്. അപ്പോൾ അതിൽ തന്നെ പറഞ്ഞാൽ 5 സെൻറ്റും അതിൽ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ 5 സെൻറ്റും ഒരു വീടും ഉണ്ടെങ്കിൽ നമുക്കൊരു വർഷത്തേക്ക് 75% പച്ചക്കറി വാങ്ങേണ്ടതാണ് 10,000 കണക്കിന് ആളുകൾക്ക് ക്ലാസ്സിലൂടെ കൊടുത്തു. അപ്പോൾ ആ BPKP പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അത് വരാനുണ്ടായ കാരണം നമുക്കെല്ലാം അറിയാം. കൊറോണയ്ക്ക് ശേഷമാണ്. കൊറോണയ്ക്ക് ഇന്നുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ലോകശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. അവർ പറഞ്ഞു മരുന്നുണ്ട്, നിങ്ങളിൽ പ്രതിരോധശേഷി ഉണ്ടാക്കുക, അതിന് വിഷമില്ലാതെ കുറച്ച് പച്ചക്കറികൾ കഴിക്കുക. പിന്നെ ജൈവ കൃഷിയിലെ ആളുകൾ വെറുതെ പറയുന്നതാണ് ഉൽപ്പാദനം കുറയുമൊന്നുമില്ല, ഏത് മോശമായ മണ്ണിനെയും നമുക്ക് ജീവനുള്ള മണ്ണാക്കാം എന്നാണ് ഞാൻ പഠിച്ചത്. കാരണം ആദ്യത്തെ കൊല്ലം ലേശവും വിളവ് ഉൽപ്പാദനം കുറവുണ്ടാകും. നമ്മൾ ഇന്നലെ വരെ ചെയ്ത ആ മണ്ണിൽ നിന്നും ആദ്യം ജൈവ കൃഷി മാത്രം ചെയ്യുമ്പോൾ 2ാമത്തെ കൊല്ലം പ്രോഗ്രസ് ആവും, 3ാമത്തെ കൊല്ലം അവിടെ ജീവനുള്ള മണ്ണാകും. അത് നമ്മൾ ഉപയോഗിക്കുന്ന ജീവാമൃതം, പുളിപ്പിച്ചത്, പുകയില കഷായം, അല്ല മറ്റേ ഹരിത കഷായം, ഇങ്ങനെയുള്ള സാധനങ്ങളും മറ്റേ കമ്പോസ്റ്റോളും അതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വെറുതെയാണ് പറയുന്നത് ജൈവ കൃഷിയിൽ ഉൽപ്പാദനം കുറവാണെന്ന്. ഞാനിപ്പോൾ ആരെയും തന്നെ വെല്ലുവിളിക്കും. രാസവളം ഉപയോഗിച്ചുണ്ടാക്കുന്ന കൃഷിയേക്കാൾ ഇരട്ടി ഉൽപ്പാദനം ജൈവ കൃഷിയിൽ ഉണ്ടാക്കുന്ന ആരോട് വേണം വെല്ലുവിളിച്ചിട്ട് ഈ 45 വർഷമായി ഉൽപ്പാദിച്ച അനുഭവമാണ്. ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ വെറുതെ ഒരു തെറ്റിദ്ധാരണ ഇപ്പോഴും ഗവൺമെൻറ്റിനൊരു ആശങ്കയാണ് ഈ ജൈവ കൃഷി കൊണ്ട് കേരള ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ പറ്റുമോ തീറ്റിപ്പോറ്റാൻ പറ്റും. അത് കണ്ടിട്ട് അതിൻ്റെ കാര്യം വെച്ചാൽ
നമ്മൾ ഈ ജൈവ കൃഷി ചെയ്തിരിക്കുന്ന മണ്ണിലേക്ക് പെട്ടെന്ന് നമ്മൾ ഈ ഫെർട്ടിലൈസർ രാസവളം ഉപയോഗിക്കുമ്പോൾ ഉൽപ്പാദനം പെട്ടെന്ന് കൂടും. അതാണ് മനുഷ്യനെ ഈ കണ്ണഞ്ചിപ്പിക്കുന്നത്. അത് ആൾക്കാർക്ക് അറിയത്തില്ല. ഞാൻ ജൈവ കൃഷിയുടെ ഒരാളാണ്. ഈ മണ്ണിലെ കമ്പിളി മുഴുവൻ നശിച്ച് പോവുക. ഈ ഉപ്പ് ചെല്ലുമ്പോഴത്തേല്ലാം പോവുക. അത് ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയാണ്. ജൈവത്തിൻ്റെ രീതി കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും മണ്ണിരകൾ ധാരാളം ഉണ്ടാവും, ഹ്യൂമസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ ഘടന വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഉൽപ്പാദനം, പിന്നെ അതിനകത്ത് രോഗങ്ങൾ കുറയും, അത് നല്ലോണം കുറയും. അതുപോലെ അത് നമ്മളേതായ ഒരു വിത്തുകളുണ്ടായിരുന്നു. ആ വിത്താകുമ്പോൾ വീണ്ടും പ്രതിരോധ ശക്തി കൂടും. മണ്ണിൻ്റെ പ്രതിരോധ ശക്തി, ആരോഗ്യമുള്ള മണ്ണ് നമുക്കറിയാം pH 7 pH. ഈ pH 7 എന്തിനാണ് ആരോഗ്യമുള്ള മണ്ണിൽ? ആരോഗ്യമുള്ള ഒരു മണ്ണിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു ചെടി ഉണ്ടാവും. ആരോഗ്യമുള്ള ഒരു ചെടിയിൽ മാത്രമേ നല്ല നിറവും മണവും ഗുണവും ഉള്ള നമ്മുടെ ഒരു സംശയം കൂടി. അതല്ലാതെ നമ്മുടെ ശരീരത്തിൽ പരിശോധിച്ചാൽ pH 7.35 ആവേണ്ട. അത് കുറയാൻ പാടില്ല. ഈ 7.35 കിട്ടണമെങ്കിൽ നമ്മൾ ഈ മണ്ണിലെ pH ഉള്ള അതിന് ഭക്ഷണം നമ്മൾ കപ്പയായാലും വഴുതനങ്ങയായാലും കൈപ്പക്കയായാലും ജൈവ രീതിയിൽ നമ്മൾ pH 7 മണ്ണിൽ കൃഷി ചെയ്ത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ pH കിട്ടും. വേറെ എവിടെ നിന്ന് കിട്ടാനില്ല. ഒരു കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. നമ്മൾ കൃഷി ചെയ്യുന്ന രീതിയെപ്പറ്റി പറഞ്ഞ് നമ്മളുടെ pH ഉള്ളത്, നമ്മുടെ മണ്ണിൻ്റെ അമ്ലത്വം, അത് pH സാധാരണ പറയുന്ന 6.5 മേലോട്ടാണ് പറയുന്നത്. 6.5 7.5 വരെ. ഇപ്പോൾ ചില കൃഷിക്കൊക്കെ 7.5ക്കും 6.5 ഇടയ്ക്കായിരിക്കും. ഈ pH ഉള്ള മണ്ണിൽ കൃഷി ചെയ്ത ഭക്ഷ്യയോഗ്യമായ പച്ചക്കറികളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധം ഉണ്ടാകുന്നതാണ് ഇപ്പം കന്നഡം പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം. ഇപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്ന നമ്മുടെ വഴുതനയാണ്. ഇപ്പം ഇത് ഏത് തരം വഴുതന? തവിടുശ്ശേരി വഴുതന പറയുന്നത്. ഇതിൽ നിന്ന് ഞാൻ കുറേ വിളവെടുത്ത് കഴിഞ്ഞു. എന്നാലും ഇത് തവിടുശ്ശേരി വഴുതന എന്ന് പറയാം. ഒരു തവിടുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പാരമ്പര്യമായിട്ട് 100 കൊല്ലത്തിന് മുമ്പേയുള്ള പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വഴുതനയാണ്. അതിലെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നല്ലൊരു അവസാനം വരെ നല്ല രുചിയാണ്. മറ്റുള്ള വഴുതനകൾക്കെല്ലാം പ്രത്യേകത ആദ്യം നല്ലത് പിടിക്കും, അതിൻ്റെ രുചിയില്ല, പിന്നെ ചെറിയ ചെറിയ വൈനങ്ങായിട്ട് വരും. ഇതെല്ലാം അവസാനം പോലെ ഇരുന്ന് എത്രയോ വിളവെടുത്ത് വന്നിട്ട് ഇതിൻ്റെ വലുപ്പം 3 വഴുതന 1 കിലോ ഉണ്ടാവും. നല്ല രുചിയാണ്. പിന്നെ മഴക്കാലത്ത് നമുക്ക് ഗ്രോവേഗിലൊക്കെ ഒരു ചെടി വെച്ച് അത് കൃത്യമായ വളവും ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ 2 കൊല്ലം വരെ അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ വേണ്ടി സാധിക്കും. വലിയ ചാക്കലൊക്കെ കൊടുക്കുകയാണെങ്കിൽ. പിന്നെ ഇത് സാധാരണ തവിടുശ്ശേരി ആലക്കാട് സൈഡിൽ ഇപ്പം ചെയ്യുക. ഇപ്പം തൈ ഉണ്ടാക്കും. മെയ് 1st വീക്കിൽ അവർ നട്ടു കൊടുക്കും ചെരുവിൽ. അപ്പോൾ വെള്ളം നിൽക്കില്ല. അപ്പോൾ മഴക്കാലത്തേക്ക് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ചില വളമിട്ട് കൊടുത്ത് ഇഷ്ടം പോലെ ഉണ്ടാകുന്നൊരു സാധനമാണ് വഴുതനി. ഈ വഴുതനി ഈ ഒരുപാട് പ്രതിരോധ ശേഷിയില്ല. അങ്ങനെ വലിയൊരു പിന്നെ രോഗങ്ങളോ കിടന്നു ഞാനിപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഇതിനൊന്നിനൊന്നും ചെയ്യാതെ എന്തുകൊണ്ടാണ് നമ്മുടേതായ ഒരു തനതായ ഒരു വിത്തിനാണ്. നമ്മൾ 25-45 വർഷമായിട്ട് പൂർണ്ണമായി ജൈവ കൃഷിയിലൂടെ വിത്താകുമ്പോൾ ആ വിത്തിനൊരു പ്രതിരോധ ശേഷി ഉണ്ടാവും. ഉറപ്പാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ നമ്മളിപ്പോൾ തവിടുശ്ശേരി വഴുതനയെപ്പറ്റി പറഞ്ഞു, ഇതിന് നടീ രീതികൾ എങ്ങനെയാണ്? എത്ര അകലം വേണം? നടുമ്പോൾ ആദ്യം എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇതിന് രോഗങ്ങൾ അങ്ങനെ വരാറുണ്ടോ? അതിനെപ്പറ്റിയൊക്കെ അത് നമ്മുടെ ചെറിയ ആവശ്യമാണെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ 1 സ്പൂണ് അത് തവിടുശ്ശേരി വഴുതന വിത്ത് നല്ലൊരു ടീസ്പൂണാണെങ്കിൽ ഒരു 200 തയ്യം ഉണ്ടാവും. ചെറിയ വിത്തല്ലേ, ഒരു 200 തയ്യം ഉണ്ടാകും. നമ്മൾ വലിയൊരു ടീസ്പൂണിലൊരു വിത്തെടുത്തിട്ട് നമ്മളെന്താ പറയുക, ചെറിയൊരു സ്ഥലം അല്ലെങ്കിൽ വലിയൊരു കൂട്ടമാതിരിയുള്ള കൊട്ടയൊന്നും എടുത്തിട്ട് അതിൽ നമ്മളെന്ത് ചെയ്യുക, ലേശം പൊടിയിലിട്ടിട്ട് ആക്കിയിട്ട് ഈ വിത്ത് അതിൽ പതറുക. മണ്ണും കൂട്ടി വെച്ചിട്ട് സാധാരണ നടുക. എന്നിട്ട് അതിൻ്റെ ആ വിത്ത് മൂടാനേ മണ്ണിടാൻ പാടില്ല, ഓവർ മണ്ണ്. കാരണം ആ വിത്തിനെ തള്ളിയിട്ട് ചെടിക്ക് വരാൻ കഴിയും. സോഫ്റ്റ് വിത്തുകളാണ്. നമുക്കത് വിത്തുകളിൽ എപ്പം 4 തരം വിത്തുകളാണ്. 4 പച്ചക്കറിയിൽ 4 വിത്തുകൾ എപ്പോൾ സോഫ്റ്റ് വിത്തുകളാണ്. പയറ്, വെണ്ട, കക്കിരി, വെള്ളരി സോഫ്റ്റ് വിത്തുകളാണ്. ആഴം കൂടിയാൽ മുളക്കില്ല. ആർക്കും ഇതുവരെ അറിയില്ല. ബാക്കി എല്ലാം തോടുള്ള വിത്തുകളാണ്. കൈപ്പക്കയായാലും എല്ലാം തോടുള്ള വിത്തുകളാണ്. കൈപ്പക്ക, മറ്റേത് മത്തൻ, കുമ്പളെല്ലാം. നിങ്ങൾ ആഴം കൂടിയാലും മണ്ണിനെ തള്ളിക്കൊണ്ടത് വരും. പക്ഷെ 4 വിത്തുകൾ വരില്ല. ഏതൊക്കെ? വെണ്ട, പയറ്, കക്കിരി, വെള്ളരി. പിന്നെ 4 വിത്ത് ഇതെല്ലൊക്കെ നമ്മൾ കയ്യിലെടുത്തും കൊണ്ട് തന്നെ നടുവും വേണം. ഈ 4 വിത്തുകൾ നടീൽ വസ്തുക്കളാണ്. ഒരു വഴുതനി, പച്ചമുളക്, തക്കാളി, ചീര. ഇത് 4 നടീൽ വസ്തുക്കളാണ്. അതിൽ ചീരക്ക് മേലെ മണ്ണ് പതറാൻ പാടില്ല എന്നൊക്കെ പറയും. ഈ മറ്റ് 3കളിൽ തക്കാളിയും പച്ചമുളകും ഈ വഴുതനിയും എന്ന് പറയുന്നത് നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ അത് കാണാത്ത രീതിയിൽ മൊത്തം മണ്ണ് കയറുക. വെള്ളം ഒഴിക്കരുത്, നനക്കണം. ഒഴിക്കലും നനക്കലും വ്യത്യാസമുണ്ട്. ചിലവർ കൊണ്ടുപോയിട്ട് ഒഴിക്കുമ്പോൾ വിത്തെല്ലാം പുറത്തേക്ക് വരും. അല്ല, അപ്പോൾ നനച്ചു കൊടുത്താൽ മതി 3 ദിവസം. അപ്പോൾ ഒരു 7ാമത്തെ ദിവസം നമുക്ക് നല്ല രീതിയിലുള്ള മുള വരും. 1 സ്പൂണ് വിത്തന്നെ നമ്മൾ പതറി കഴിഞ്ഞാൽ വരും. എന്നിട്ട് അത് ഏകദേശം ഒരു 6 ഇല വരുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു
രണ്ടാഴ്ച ഒരു 10-20 ദിവസം ആകുമ്പോൾ ശരിക്കും നല്ലൊരു തൈ, ഒരു 6 ഇല വരുന്ന നല്ലൊരു തൈയായി മാറും. അതുമ്പോൾ 2 അടിയിൽ നിന്ന് ചവിടിശ്ശേരി പണിയാണ് ശരിക്കും 2 അടിയിൽ നിന്ന് അകലം കൊടുക്കണം. ഒരുപാട് ശാഖകൾ വരുന്ന സാധനം തന്നെയല്ലേ വരും. നമ്മളൊന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യാതെ ശാഖ ഓരോരോ ശാഖയിലും പിടിക്കും. ഞാൻ പിന്നെന്ത് ചെയ്യേണ്ടത് പറഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു കമ്പ് കുത്തണം. കാരണം ഒരു 10-15 വയലിങ്ങയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അന്നേരം തന്നെ പൊട്ടിക്കളി ഒന്നിച്ചന്നെ പിടിക്കും. 10-15 വയലിങ്ങയൊക്കെ ഒന്നിച്ച് പിടിക്കും. 15 വയലെന്ന് പറഞ്ഞാൽ 5 കിലോ വയലിങ്ങയിൽ ഒന്നിൽ തന്നെ ഉണ്ടാവും. വളരെ അത് നമുക്ക് തോന്നി ഇതെല്ലാം ഇങ്ങനെയാണെന്ന് തോന്നും. അപ്പോൾ നല്ലൊരു വടി കുത്തിയിട്ട് അതിന് സമയം 2 അടി എന്തായാലും അകലം കൊടുക്കണം. 2 അടി കൊടുത്തിട്ടില്ലെങ്കിൽ എന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ അകലം കുറവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 അടി തന്നെ വേണം. ഇതിപ്പോൾ ഒന്നര കിട്ടുന്നു. 1.5 കിട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം തന്നെ ഈ കൊമ്പുകൾ തമ്മിൽ ഇങ്ങനെയുള്ള ഒരു 2 അടിയും കൊടുക്കണം. ചാലാക്കിയിട്ടല്ലേ? ആദ്യം ചാലാക്കിയിട്ട് നട്ടു. അത് നട്ടിട്ട് എന്താ പറഞ്ഞാൽ ആദ്യം പുത വെച്ച് കൊടുക്കണം. 4 ദിവസം പുത വെക്കണം. നമ്മൾ പൊരിച്ച് നടുമ്പോൾ ഏത് സമയത്തായാലും വൈകുന്നേരമാണ് പൊരിച്ച് നടുന്നത് നല്ലത്. അപ്പോൾ 6 വില വരുമ്പോൾ നമ്മൾ പൊരിച്ച് കൊണ്ടുവന്ന് ഈ പറഞ്ഞ 2 അടിയിൽ അകലം വെച്ചിട്ട് അതിൻ്റെ മേലെ മട്ടലിൻ്റെ ഇതുണ്ടല്ലോ, പുറന്ത മട്ടൽ, അതിങ്ങനെ വെച്ചും കൊണ്ട് ഓല അതിൻ്റെ മേലെ വെക്കും. 4 ദിവസം എന്തായാലും വേണ്ട. 4 ദിവസം കഴിയുമ്പോൾ എടുക്കാം. ഒരു ചെടി പോലും ഒരു നഷ്ടവും വരും. അപ്പോൾ ഈ ആദ്യം നടുന്ന സമയത്ത് വളം പറഞ്ഞാൽ നടുന്ന സമയത്ത് നമ്മൾ എന്ന് പറഞ്ഞാൽ അടിവളം എപ്പോഴും 2 രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ അടിവളം നല്ലോണം കൊടുക്കുകയാണ് നല്ലത്. പിന്നെ വളം കുറച്ചേ വേണ്ടൂ. നമ്മളൊരു ചാണകപ്പൊടി മണ്ണിലിടുമ്പോൾ ആ ചാണകപ്പൊടി ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. 15 ദിവസവും വേണം. അതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ മണ്ണിലെ ജീവാണുക്കളും മണ്ണിലെയും കൂടി ഇതിനെ നൈട്രജനാക്കി മാറ്റിയിട്ട് നൈട്രജൻ ആയാൽ മാത്രമേ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് വലിച്ചെടുക്കാൻ ചുരുങ്ങി ഒരു 15 ദിവസം വേണം. അപ്പം നമ്മൾ അടിവളം കൊടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ചെടി നടുമ്പോൾ തന്നെ നല്ല രീതിയിൽ അടിവളം കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടിക്ക് വേരൊക്കെ വന്ന് അതിൻ്റെ പാകലം വന്ന് ഒരാഴ്ച കഴിയുമ്പോൾ വേര് വന്ന് ആ ചെടിയുടെ വളമൊക്കെ വലിച്ചെടുക്കാനാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനെ നൈട്രജനാക്കി നാം ആദ്യം നല്ല രീതിയിലുള്ള വളം ഇപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലേശം വേപ്പും മണ്ണാക്കും കൊടുക്കുക. എന്തെങ്കിലും നമ്മൾ മണ്ണിന് മുകളിൽ മാത്രമല്ല മണ്ണിന് അടിയിലും ഒരുപാട് ശത്രുകീടങ്ങളുണ്ട്. നിമാവിരകൾ എന്ന് പറഞ്ഞ ശത്രുകീടുണ്ട്. ഒരു വെണ്ട മുളച്ച് വരുമ്പോൾ അതിൻ്റെ വേരിൻ്റെ അറ്റം റൂട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ മധുരമായിരിക്കും. അപ്പോൾ ആ റൂട്ട് ക്യാപ്പ് 4 വീട്ട് ക്യാപ്പും അതിൻ്റെ ഇത് നിമാവിരകൾ തിന്നു കഴിഞ്ഞാൽ ആഹാരം വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളത് വേണമെങ്കിൽ നല്ല വേപ്പ് മുണാക്ക് പോരാ, നല്ല വേപ്പ് മുണാക്ക് 35-38 രൂപയുണ്ട്. നല്ല വേപ്പ് മുണാക്ക് അതിന് ഇട്ട് കൊടുക്കണം. നടുന്നതിന് മുമ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്തായി പറഞ്ഞാൽ ഈ വേര് ഈ വെയിച്ചെടുക്കും വേരിൻ്റെ അറ്റം കയ്പ്പായിരിക്കും റൂട്ട് ക്യാപ്പ്. ഒന്നും ചെയ്യില്ല. ഇതേ വേറെ ഒന്നും വേണ്ട. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം സാധാരണ ഈ ആൾക്കാർ നമ്മൾ പച്ചക്കറി നടുന്നതിന് മുമ്പായിട്ട് ഒരു 10 ദിവസം മുമ്പ് കുമ്മായ അല്ല ഡോളമേറ്റ് മണ്ണിൽ വേതറി ഇളക്കിയിട്ട് കൊടുക്കുന്നത് നല്ലതെന്ന് പറയും. ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ pH അല്ലേ, അമ്ലതയുള്ള സ്ഥലത്താണ് അമ്ലത കുറക്കാൻ നമ്മൾ കുമ്മായ ഇതൊക്കെ അല്ലെങ്കിൽ ഡോളമേറ്റ് ഇടേണ്ടത് അല്ലേ. അമ്ലത പറഞ്ഞാൽ എങ്ങനെയാണെന്നൊരു മണ്ണിലുണ്ടാകുന്നത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പല പ്രദേശം കുന്നിൻ ചെരുവിൽ നിന്ന് അവിടെ നിന്നുള്ള വെള്ളം പല സ്ഥലത്ത് നിന്ന് ഒഴുകി വന്ന് ഇവിടെ കെട്ടി നിൽക്കുമ്പോഴാണ് അമ്ലത ഉണ്ടാവുക അല്ലേ. നമ്മൾ സാധാരണയുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ 2 കൊല്ലമൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ട് ജൈവ കൃഷി ചെയ്താൽ കുമ്മായൊന്നും ഞാൻ വളപ്പ് കയറ്റലേ ഇല്ല. അതിൻ്റെ ആവശ്യമില്ല. കൃഷി ചെയ്യുന്നത് പിന്നെ ചില സ്ഥലത്ത് ഞങ്ങൾ പുതുതായി ചെയ്യുന്ന സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഉണ്ട് എന്ന് തോന്നുന്നു വെള്ളമൊക്കെ കെട്ടിയിരുന്ന സ്ഥലമാണെങ്കിൽ ഡോളോമേറ്റ് ഉപയോഗിക്കുക. ആ ഡോളോമേറ്റ് ഉപയോഗിക്കുമ്പോൾ ഡോളോമേറ്റ് തനിച്ച് ഉപയോഗിക്കണം. വളവും ഡോളോമേറ്റ് ഒന്നിച്ച് ഉപയോഗിക്കണം. ഡോളോമേറ്റ് ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്യുന്നൊരു തടവ് ഉണ്ടാക്കിയിട്ട് അതിൽ ഡോളോമേറ്റ് ഇടുക, എന്നിട്ട് ഒന്ന് ചിള്ളുക, വെള്ളം നനച്ച് കൊടുക്കുക. ഒരു 3 ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച ഗ്യാപ്പാടെ കൊടുക്കണം. ഒരാഴ്ചയും ഗ്യാപ്പ് കൊടുത്തിട്ട് ഡോളോമേറ്റ് അപ്പോൾ എന്തായാലും മണ്ണിലെ അമ്ലതയെ രക്ഷ. പിന്നെ വേപ്പ് ഉണ്ടാക്കി ചാണകപ്പൊടി ഇട്ടിട്ട് അതിന് തടഞ്ഞ. വേറൊരു സംശയം ചോദിച്ചു, നമ്മൾ ഈ pH ലെവൽ ആരും കൃഷിക്കാർ നോക്കാറില്ല. നമുക്ക് അതിനുള്ള സംവിധാനം അടുത്തില്ലാഞ്ഞിട്ടാണോ? ഇല്ലാഞ്ഞിട്ട് തന്നെയാണ്. കാരണം pH നോക്കാൻ വേണ്ടിയിട്ട് മണ്ണിലെ pH നോക്കാൻ വേണ്ടി ചില പ്രയാസങ്ങളുണ്ട്. അവർ പറയുന്നത് ഒരു നമ്മൾ ചെയ്യുന്ന കൃഷി ചെയ്ത് എല്ലാവരും 5 സെൻറ്റിലാണ് കൃഷി ചെയ്യുക. ഈ 5 സെൻറ്റിൽ 3 സ്ഥലത്തിനായിട്ട് എടുക്കണം മണ്ണ്. ഓരോ സ്ഥലത്തും മണ്ണിൻ്റെ ഘടനയിൽ മാറ്റം വരും. ആ 3 സെൻറ്റ് സ്ഥലത്തുനിന്ന് ഈ രീതിയിൽ ചരിച്ചിട്ട് ഇങ്ങനെയും കുത്തിയെടുത്തിട്ട് എടുത്തിട്ട് അത് 3 മണ്ണും കൂടി കുഴച്ചിട്ട് പരത്തിയിട്ട് അത് 4ആയി തിരിച്ചിട്ട് അതിലൊന്നാവേണ്ടേ. ലേശം നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് ഒരു പ്രക്രിയയൊക്കെ ലേശം ഇതുണ്ട്. അതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഇന്നൊരു pH നോക്കില്ല, ഒന്നും നോക്കില്ല. കാരണം ഒന്നും അറിയാം, എത്രയോ വർഷമായിട്ട് ജൈവകൃഷി ചെയ്യുന്നു. ഇതിനൊന്നും കാര്യമായി ഒന്നും കൊടുത്തില്ല. pH നോക്കാൻ ചെയ്തൊരു മെഷീനെ കൊണ്ടെന്ന് പറയാം. പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഇപ്പം പരീക്ഷ നടത്തുകൊണ്ടിരിക്കുന്നു. അത് നല്ലതാണ്. അല്ല പക്ഷേ ശാസ്ത്രത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നടക്കാം നമുക്ക്. ഇത് ഇപ്പോൾ വേറെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ ചെയ്തിട്ടുണ്ട്. പച്ചമുളക് നമ്മളിപ്പോൾ ഒരു 3 കിലോ വരെ പറിച്ചിട്ട് എടുക്കും. ചെറിയ ഞൊട്ടാഞ്ഞൊടിയും കണ്ടു. ഇവിടെ എവിടെയോ ഞൊട്ടാഞ്ഞൊടി ഔഷധമുള്ള തീരെ നല്ലോണം. ഇതെന്നെ അങ്ങനെയല്ല, ഇത് ഞാൻ പറഞ്ഞാൽ ഇതിപ്പം പുതിയ എന്നിട്ട് അത് ഞാൻ ഗോളിഫ്ലവറും കേബേജും വിളവെടുത്ത സ്ഥലമാണ്. ഇത് ഞാൻ പറയാം ധാർവാട് വളരെയാണെന്ന് കാണിക്കുമ്പോൾ പറഞ്ഞു അന്നേരം പറഞ്ഞു. ഇതിപ്പം പച്ചമുളക് ഇതൊരു 3 കിലോൻ്റെ മേലെ ഞാൻ പറിച്ചു. ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നട്ടു കൊടുത്തു. അവസാനം ലേശം വളവും ഇതും ഇട്ട് കൊടുത്തു എന്നല്ലാതെ ഇത് തൈ ഞാൻ വാങ്ങിച്ചായിരുന്നു.
മറ്റു കുട്ടിപ്പറങ്ങി നമ്മൾ ഉണ്ടാക്കിയാണ് കാന്താരി നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് പറിച്ച് അതായിരിക്കും അവിടെ ഉണക്കിയതില്ല. അതാണ് ഉണക്കി വെച്ചിട്ടുണ്ടാണ്. ഉണക്കി വെച്ചിട്ട് നമ്മൾ പൊടിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 25 തയ്യങ്ങ് വെച്ച് കൊടുത്താൽ നല്ല രീതിയിൽ വെച്ച് കൊടുത്താൽ അത് നമ്മളെ ആവശ്യത്തിന് നമ്മൾ പറിക്കുകയും പിന്നെ അത് പൊഴുക്കുമ്പോൾ പറിച്ച് നമ്മൾ പൊടിച്ചും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുന്ദരമായിട്ട് നമുക്ക് ചെയ്യാം. കൃഷിക്കാർ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഓരോ കുടുംബക്കാരും ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞാൽ ഒരു മറ്റേ കണ്ണേട്ടൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരു 10, 20 അല്ലെങ്കിൽ 25 പച്ചമുളക് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മുളക് വാങ്ങും. ഏറ്റവും കൂടുതൽ വിഷമുള്ളൊരു സാധനമാണ് മുളക്, ഉണക്കമുളകാണ്. ഉണക്കമുളക് അത് ആർക്കാണ് നിങ്ങൾ പണ്ട് അവിടെ പോയിട്ട് ഇതിനെല്ലാം പഠിച്ചതാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് അറിയത്തില്ല കളറൊക്കെ നാച്ചുറലാണ് സാധനം ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവിടെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഇന്ത്യയിൽ വേണ്ടുന്ന ഈ വറ്റൽമുളകിന്റെ 75% ആന്ധ്രയിലെ ഗുണ്ടൂരാണ് ഉണ്ടാക്കുന്നത്, 25% ഷിമോഗ സൈഡിലാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ മൊത്തം വേണ്ടുന്നത്. അപ്പൊ അതില് ആ ഗുണ്ടൂരിന്റെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഇതുമായി തന്നെ പച്ചമുളക് ഉണ്ടാവും, ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും. പക്ഷെ ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനം പൊഴുക്കുമ്പോൾ വെള്ള കളർ വരും മൊത്തം, ആ എണ്ണം വരും. അപ്പം നമ്മൾ ഇതുവരെ കളയില്ല, ഇത് കിൻഡൽ കണക്കിനുണ്ടാവും. അപ്പോൾ ഞാൻ നേരിട്ട് കണ്ട കിൻഡൽ കണക്കിന് മേലേരി കണക്കിന് ഇങ്ങനെ കൂട്ടുവരും പറിച്ചിട്ട്. ഇത് ആദ്യം എണ്ണ പൊടി, എണ്ണ വിഷമൊന്നുമല്ല, സസ്യ എണ്ണയാണ്. എണ്ണ ഇങ്ങനെ കുഴഞ്ഞിട്ട് ആദ്യം കുഴക്കും, പല മിന്നുന്ന മാതിരി ഉണ്ടാവും പച്ചമുളക്. അതിന് സുഡാൻഡൈ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് നമ്മൾ മാർക്കിസ്റ്റ് കൊടീൻ്റെതിനേക്കാളും 10 ഇരട്ടി ചോപ്പ് ഭയങ്കര വിഷ, ക്യാൻസർ ഉറപ്പാണ്. ആ സാധനം ഇരിക്കൽ ബദറും, നല്ലോണം ബദറും. എന്നിട്ട് എണ്ണ ആദ്യം ഒഴിച്ചല്ല, ഇതാക്കിയല്ല, എന്നിട്ട് ഇങ്ങനെ കുഴക്കും. അപ്പോൾ നല്ല ചോകയിൽ പറഞ്ഞ് ഇതൊരു AC റൂമിൽ സ്റ്റോക്ക് ചെയ്യും. അപ്പം നമ്മൾ പഠിക്കുന്നത്, നമ്മൾ കേരളത്തിലുള്ളവരാണ് എല്ലാ വിഷങ്ങളും ചേർക്കാൻ പഠിപ്പിക്കുന്നത്. ഞാൻ നിൽക്കല്ല, എനിക്ക് ബിസിനസ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാ സംസ്ഥാനവും സഞ്ചരിക്കുന്നത്. അപ്പോൾ നേരിട്ട് ഇതിൻ്റെ ഓരോന്നിലെയും മായങ്ങൾ നന്നായിട്ട് അറിയാം, നമ്മളാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളൊരു കുട്ടിയോട്, എൻ്റെ മകളോട് നമ്മൾ പറയുന്നത്, ആ പിടിമി ചോന്ന പറങ്കി വാങ്ങണം, മഞ്ഞ മല്ലി വാങ്ങണം. മല്ലിയുടെ കളർ മഞ്ഞയല്ല, ശരിയായ പച്ച കളറാണ്. രാജസ്ഥാനിൽ നിന്ന് മല്ലി വരും, ലോഡ് കണക്കിന് ഒന്ന് ചണ്ടി നേരം ഇങ്ങനെ പിന്നെ അരിച്ചിട്ട് ചെറുതുപോലെ 3 സൈസാക്കും. എന്നിട്ട് ഗന്ധകം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ചാക്കിലാക്കിയിട്ട് 1000 ചാക്ക് വെച്ചിട്ട് ചാക്കിന് ഗന്ധകം സൾഫർ കെട്ടി വെക്കും, അതിലിടില്ല, കെട്ടിയിട്ട് ആ റൂമിൽ വെക്കും, ജനലിലടക്കും. അപ്പോൾ ഈ പച്ച മല്ലി എന്താ പറയുക മഞ്ഞ മല്ലിയായി മാറും, ഗന്ധകത്തിന് ഒപ്പര മഞ്ഞാവുന്നത്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ ഗന്ധകം അപ്പോൾ 3 ആഴ്ച കൊണ്ട് ഇതങ്ങ് എടുക്കും. അപ്പോൾ നമ്മളെന്താ പറയുന്നത്, നമുക്ക് മഞ്ഞ മല്ലി വേണം, ചുവന്ന പറങ്കി വേണം, പച്ചമല്ലി ആയിരിക്കും വേണ്ട, പച്ച കളറിൽ. അപ്പോൾ നമ്മളാണ് അവരെ പഠിപ്പിക്കുന്നത് എന്താണ് മറ്റേ വെള്ളത്തിൻ്റെ കളർ. നമുക്ക് ചുവന്ന വെല്ലമില്ല, വെള്ളത്തിൻ്റെ കളർ പച്ചയാണ്. നമ്മുടെ ഇടുന്ന പയ്യനൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ വിലച്ചിടാൻ പഠിക്കുന്നത്. ഇത് സദ്യ പ്രഥമന് ചുവപ്പ് കളർ കിട്ടണം. ഇവർ പറയും ചുവന്ന വെള്ളം ഒരു ലോഡ്. അപ്പോൾ അവരിൽ വേണ്ടെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം, ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി നേരിട്ട് കണ്ടതാണ്. വെള്ളത്തിലാണ് ഏറ്റവും വലിയ മായം എന്ന് പറഞ്ഞത്. അവർ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമല്ല. നല്ല മൂത്ത കരിമ്പിൻ്റെ ജ്യൂസ് എടുത്ത് തിരിക്ക് ഉരുളിയിട്ട് ഇങ്ങനെ ആക്കി അവസാനം വരും ആവശ്യത്തിലേക്ക് ഉപ്പ് ഇട്ടിട്ട് 7 ഒഴിച്ചായും വെള്ളം കിട്ടും. ഇതേ വെള്ളത്തിന് വേണ്ടു. പക്ഷെ അവരെന്ന് വേണമെങ്കിൽ ചണ്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കരിമ്പ് കഴുകുകയൊന്നും ചെയ്യില്ല. ചണ്ടി മണൽ ഇതിങ്ങനെ ഒരു 2000-3000 ലിറ്ററുള്ള വട്ടത്തിൽ ഇങ്ങനെ പറിച്ചിട്ട് വെക്കും. അപ്പോൾ ഇത് പറിച്ച് പുറത്തേക്ക് മറിയണം, എന്നാലും വേസ്റ്റ് പുറത്തേക്ക് പോകും. ആദ്യമൊക്കെ ഇടുന്നവർ 100 വലിയ കുഴപ്പമൊന്നുമില്ല. അത് ഇട്ടിട്ട് ഞാനൊരു 15 കൊല്ലം മുമ്പേ തന്നെ ഒരു വെള്ളം ഉണ്ടാക്കുന്ന സ്ഥലത്തിലൂടെ നമുക്ക് വെള്ളമാണല്ലോ, വെള്ളം ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയപ്പോൾ ഇതിലൊക്കെ പോയ സമയത്ത് ഞാൻ കണ്ടത് അത് സിമെൻറ്റാണ് വാരിയിടുന്നുണ്ട്. സിമെൻറ്റ് 5-8 കിലോ വാരിയും കിടും. ആ സിമെൻറ്റ് ഇടുമ്പോൾ ഇതെല്ലാം പറിച്ച് ചണ്ടിയും വേസ്റ്റ് എല്ലാം പുറത്തേക്ക് നല്ല പനിയായി. എന്നിട്ട് എന്താ പറഞ്ഞാൽ ഈ തുണിയിൽ വെക്കുന്നൊരു കളറുണ്ട്, ചുവപ്പ് കളർ, മാരകമായ ക്യാൻസറാണ്. നേരിട്ട് ഇതിൽ സത്യമായി പറഞ്ഞതാണ്. ഈ തുണിയിൽ വെക്കുന്ന കളറയിൽ ചേർക്കും ഈ പാവിൽ. എന്നിട്ട് തിളക്കുമ്പോൾ അത് വേറൊരു പാത്രം, ഏത് പാത്രത്തിൽ ഒഴിച്ചാലും ആണി വേണം ആണി, കൊട്ട വേണം കൊട്ട, പലക വേണം പല, ഇത് അതിലേക്ക് നേരെ തുറന്നിട്ട് വരിക. ഇതാണ് സംഭവം. ഒരു കാര്യം പറയാനുള്ളത്, പ്രേക്ഷകരെ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഇത് നേരിട്ട് കണ്ട് അനുഭവത്തിൽ കൂടെ പറയുന്ന കാര്യങ്ങളാണ്. മറ്റേ ഇതൊരു ബിസിനസ് ലക്ഷ്യത്തോടെ പറയുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ കണ്ടും മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ആരോഗ്യം. അപ്പോൾ ഞാൻ നേരത്തെ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് രോഗങ്ങളില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ തൊടിയിൽ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമ്മളാക്കി ഭക്ഷിക്കാൻ തുടങ്ങിയത് കാരണം നമുക്ക് രോഗങ്ങളില്ലായിരുന്നു. നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നൊരു സാധനമാണ് രോഗം. നമ്മൾ പണം കൊടുത്ത്, കാരണം ഇന്നെല്ലാവരും ഫാസ്റ്റ് ഫുഡ്, ജംഗിൾ ഫുഡ് അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് രോഗങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് കൊറോണയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞത് എല്ലാ സാധനവും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. പയർ വാങ്ങേണ്ടി വരും, അരി വാങ്ങേണ്ടി വരും, അല്ല വാങ്ങിക്കോ. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ മോശം കുറച്ച് വിഷമുള്ള സാധനം കഴിക്കുമ്പോൾ കുറച്ച് സാധനം ദൈനംദിനം വീഴുന്നത്, അതായത് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, കാന്താരി, കുറച്ച് തക്കാളി, ദൈനംദിനം വീഴുന്ന സാധനം. ഈ ദൈനംദിനം വീഴുന്ന സാധനം ജൈവ രീതിയിൽ ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് മറ്റേത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിരോധ ശേഷി വരും, മറ്റേത് അത്ര യേശൂല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് വിഷമില്ല, നിങ്ങൾ വാങ്ങിക്കഴിച്ചോ, ബാക്കി നമ്മൾ ഉണ്ടാക്കുക മതി, പ്രശ്നം തീർന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വീഴുന്ന കുറച്ച് നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചില്ലെങ്കിൽ അപകടകരമായ രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണേട്ടൻ്റെ ജൈവ രീതി കൃഷി ചെയ്തിരിക്കുന്ന വെണ്ട. കണ്ടോ ആനക്കൊമ്പൻ. ഇതിനകത്ത് എത്ര വെണ്ടയ്ക്കാണ്ടോ നോക്കിയാൽ. ഇതിപ്പോൾ ഇതിനകത്ത് ഇത് ശിഖരങ്ങൾ കമ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ആനക്കൊമ്പൻ്റെ ഒരു പ്രത്യേകത. ഇത് അകലം കുറച്ച് കുറഞ്ഞു പോയോ? ഇത് കുറഞ്ഞു. അത് ഓരോ കുരു നട്ടിട്ട് പിന്നെ പൊരിച്ച് കളിയുമ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പ് ഒരുപോലെ ആയില്ല. നട്ടതല്ല, കുരുവിനെ നട്ടിട്ട് അടുത്തടുത്ത് നടും, പിന്നെ ഗ്യാപ്പ് വെക്കലാണ്. അങ്ങനെയാണ് തൈ പൊരിച്ച് കിടന്നതല്ല. ഇതിനകത്ത് പറഞ്ഞ മനസ്സിലായില്ല. മേടത്തെ ഭാഗത്തെയും താഴത്തെ ഭാഗത്തും ഉപയോഗിക്കുക, ഇടക്കത്തെ അത് വിത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. നടുവിൽ മാത്രം നടുഭാഗത്ത്. ആദ്യത്തെ നമ്മൾ അടിയിൽ നിന്നെല്ലാം വിളവെടുത്ത് കുറച്ച് പറിച്ചിട്ടെടുത്തു. ഇനിയിപ്പോൾ മേലെ കുറച്ച് ചെറുതാണ് ഉണ്ടാവുക. എന്താ കണ്ടോ ശിഖരങ്ങളൊക്കെ വന്ന് കണ്ടോ അത്തേക്കൂടെ എല്ലാം ഇതാണ്. ഒന്നിന്റെ ശിഖരം ഇതെല്ലാം ഈ ശിഖരത്തിനെല്ലാം ഉണ്ടാവും. ഇതാണ് ഈ ആനക്കൊമ്പൻ. അതിലെ സൽകീർത്തി എന്ന് പറയുന്നതിന് അതിന് നമ്മൾ നാട്ടിൽ പറയുന്ന ആനക്കൊമ്പൻ സൽകീർത്തിയാണ്. അത് ഇത്ര വളരൂല. സൽകീർത്തി ആകുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഏക്കറക്കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സൽകീർത്തി. അത് ആനക്കൊമ്പനാകുമ്പോൾ ശരിയായ ഒരു നാടൻ നല്ല രീതിയിലേക്ക് വന്നു. ഇത് നമ്മുടെ വീടുകൾ ശരിക്കും പറഞ്ഞാൽ നല്ല വളം വെച്ചിട്ട് നല്ലോണം വളം കൊടുത്തവർ ഇങ്ങനെയൊന്നുമല്ല, ഇതിലും കൂടുതൽ നീളം വെക്കും. ഒരു 1.5 അടി തന്നെ ശരിക്കും നീളം വരും. ഇതിന് സത്യം പറഞ്ഞാലേ ഇതിപ്പോൾ നമ്മൾ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടി എത്ര അകലം വേണ്ടി വരും സാധാരണ? ശരിക്ക് പിന്നെ 1 മീറ്റർ 2.5 അടി കൊടുത്താൽ മതി. 2.5 അടി കൊടുത്താന്നല്ലേ, എന്നാലും കാണുന്നില്ല. ഇപ്പം അകലം കാണുന്നത് 2 ശിഖരം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 2.5 അടിയെങ്കിലും വേണം. അത് 2.5 അടി ഇല്ലെങ്കിൽ എന്താ പറയാ, ഉൽപാദനം കുറയില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വളം ചെയ്യുന്നത് കൂടുതലും വെള്ളം കൊടുക്കുന്നതും കൊടുക്കണം. വളത്തിന്റെ അളവും അളവും തവണയും കൂട്ടണം. അതാണ് അത് വെള്ളം കൂടുതൽ കൊടുക്കണം, നല്ല വളവും കൊടുക്കണം. എന്നാൽ ഇതിപ്പോൾ ലേശം അടുത്തടുത്താണ് ഇതിൻ്റെ അടിയിൽ വേറെ ചെടി ഉണ്ട്, എന്നാലും ഇതിനെ ഉൽപ്പാദനം ബാധിക്കുന്നില്ല. പക്ഷെ എന്താ പറയുക, ഈ ചെടിക്ക് ദോഷം തെറ്റും. ആദ്യം വളരണം, മറ്റവനോട് നീ അങ്ങോട്ട് പോകുന്ന പറയും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെ ചെയ്യുന്നത്? ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഞാൻ ആദ്യം തന്നെ ചെറിയ ചാലെടുത്തു, പിന്നെ ചാണകപ്പൊടി ഇട്ടു, വേപ്പുണ്ണാക്കി ഇട്ടു. വേപ്പുണ്ണാക്കി ഇട്ടിട്ട് ഞാൻ പറഞ്ഞു അതിൽ ഇപ്പോൾ ശരിക്കും 2 ദിവസം നനച്ചു കൊടുക്കും. ഞാൻ ഒരാഴ്ച മണ്ണൊരുക്കിയിട്ട് നടും എപ്പോഴും. അപ്പോൾ എന്ന് പറഞ്ഞാൽ വേപ്പുണ്ണാക്കി മറ്റൊന്നും ഇടില്ല, വെള്ളം മറ്റൊന്നും ഇടില്ല. അപ്പോൾ വേപ്പുണ്ടാക്കിയിട്ട് 2 പ്രാവശ്യം വെള്ളം നനച്ചു കൊടുത്തിട്ടാകുമ്പം ഒരാഴ്ച അവിടെ ഗ്യാപ്പ് വെക്കും. ഈ ഒരാഴ്ച വെള്ളം വെച്ച് നമ്മൾ വെള്ളം നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അടിയിലുള്ള പോയിട്ട് ഈ വെള്ളം പോവുമല്ല അലിച്ചിട്ട് അവിടെ പ്രവർത്തനം അവർ തുടങ്ങും. അവൻ വിത്ത് നടുമ്പോൾ അവർ പ്രവർത്തനം തുടങ്ങി, അവിടെ പ്രവർത്തനം തുടങ്ങി. പിന്നെ മണ്ണിലെല്ലാം കയ്പിൻ്റെ രീതിയിലേക്ക് വേപ്പുണ്ടാക്കിയിട്ട് ചെയ്യുന്നുള്ളൂ വരും. എന്നിട്ട് വിത്ത് നടും. വിത്ത് നടുമ്പോൾ കുറച്ച് അടുത്തടുത്ത് നടും. പിന്നെ എല്ലാം ഗ്യാപ്പ് ഉണ്ടായാൽ നമുക്കൊരു മോശമാണ്. ചിലെല്ലാം മുളക്കാനില്ലെങ്കിലും പ്രശ്നം. അത് മാത്രമല്ല, വിത്ത് ഇട്ട് കഴിഞ്ഞാൽ അടുപ്പിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ മോശം മുളച്ച് വരുന്നതൊക്കെ പറിച്ച് കളയും. അത് 2 വില 3 വില വരുമ്പോൾ തന്നെ പറിച്ച് കളയും. അപ്പോൾ നമ്മൾ വിത്ത് പറഞ്ഞാൽ ഏകദേശം ഒരു ചാനലിലെ രീതിയിൽ ഏകദേശം ഒരടിയിൽ 3 വിത്തങ്ങ് നടുന്നുള്ളൂ. ഒരടിയിൽ 3 വിത്തിൻ്റെ വില അങ്ങ് നട്ടിട്ട് പോകും. എല്ലാം മുളക്കുമായിരിക്കും. അതിൽ ഞാൻ ഏകദേശം 2 അടി ഗ്യാപ്പ് വരുന്ന രീതിയിലെ വിത്ത് മോശമുള്ള തൈകളെല്ലാം പൊരിച്ചും കളയും. അപ്പം മറ്റേ തങ്ങൾ ഗ്രോത്തിലങ്ങ് വരും. പിന്നെ ഒന്ന് വെണ്ടക്കുന്ന ഒരു 5-6 ഇല വരുന്ന സമയത്ത് വീണ്ടും ലേശം ഒരു വളപ്പൊടി അടിച്ച് മണ്ണിനടിയിലെ വളങ്ങിൻ്റെ അടിയിൽ ഇപ്പോൾ ഇപ്പം വളം പുറത്ത് കാണുന്നില്ലോ. മണ്ണിന് മുകളിൽ വളം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സാമ്പത്തിക നഷ്ടം വരുന്നത്. മണ്ണിന് മുകളിലെ വളം ഒരിക്കലും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. നമ്മളെപ്പം വളം ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ 1 ഇഞ്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. കാരണം നമുക്കിപ്പോൾ നമ്മൾ മേലെ വരുമ്പോൾ എന്നാ പ്രശ്നം, വെള്ളരിക്കൊക്കെ അതാണ് നിലക്ക് നഷ്ടം വരുന്നത്. വളം ഉണ്ടാവില്ല. അപ്പോൾ വെള്ളരിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ 55 ദിവസമൊന്നും വേണ്ട, കൃത്യമായി കഴിഞ്ഞാൽ ഒരു 48ാമത്തെ ദിവസം വിളവെടുക്കാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പോയിൻ്റാണ് ഇപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞത്. നമ്മൾ സാധാരണ വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു ശകലം 1 ഇഞ്ചെങ്കിലും മണ്ണിട്ട് കൊടുക്കുക. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ പാടത്ത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിവളം വിലങ്ങൾ കൊടുക്കില്ല. വെള്ളരി നടുമ്പം തന്നെ അടിവളം കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടി നട്ട് മുളച്ചൊരു 15 ദിവസം ആകുമ്പോൾ ആദ്യത്തെ അടിവളം എന്തായി, നൈട്രജനായി മാറി. ചെടി മുളച്ച് വരുമ്പോൾ തന്നെ മുളച്ച് വരും. നമ്മൾ അടിവളം ലേശം കൊടുക്കും. എന്നില്ലെന്ന് വളർന്നു പറഞ്ഞാൽ ചെടി മുളച്ച് വരുമ്പോൾ അതിന് മെരട്ട് കുറേ വളം കൊണ്ടിടും, വെള്ളം അടിച്ചു കൊടുക്കും. ഈ വെള്ളത്തിൽ ലയിച്ച വളം മണ്ണിനടിയിൽ പോയി 15 ദിവസം കിടന്നിട്ട് വേണം ചെടിക്ക് കിട്ടണമെങ്കിൽ. പക്ഷെ ആദ്യം അടിവളം കൊടുത്തിരുന്നുവെങ്കിൽ എന്തായി, ചെടി മുളച്ച് വരുമ്പോൾ അതിന് ഇലകൾ വരുമ്പോൾ നല്ല കരുത്തിൽ വരും. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഇപ്പം കണ്ണയുടെ നേരത്തെ പറഞ്ഞ് ഞാൻ ജീവാമൃതമൊക്കെ ഒഴിക്കുന്നത് അത് എത്ര വലിയ എൻ്റെ ഇതെല്ലാം ജീവാമൃതം ഒഴിച്ചാണ്. അത് എത്ര ദിവസം കൂടുമ്പോൾ ഒഴിക്കണം? അത് ഒഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളരിക്കൊക്കെ ചെറിയ കാലയളവിൽ നിന്ന് നമ്മൾ വളം കുറച്ചേ വേണ്ടു. വളം നിങ്ങൾ പറഞ്ഞാൽ അടിവളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ വളം കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളരിക്കൊക്കെ വെണ്ടക്ക നല്ലൊരു അടിവളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ചെടി പിന്നെ ഒരു അടിയൊക്കെ വരുമ്പോൾ നല്ല ചെടിയാവുന്ന സമയത്ത് ഒരു ജീവാമൃതം കൊടുക്കുക. ജീവാമൃതത്തിന് ചിലവൊന്നുമില്ല. ജീവാമൃതത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1 ലിറ്റർ മൂത്രം, 1 കിലോ പിന്നെ പച്ചച്ചാണകം, 200 വെള്ളം, 200 ചെറുപയർ പൊടി, 1 പൊടി മണ്ണ്, 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെക്കും. അതതിൻ്റെ റേഷ്യോ. എത്ര വളം ഉണ്ടാക്കാം. അതായത് 1 ലിറ്റർ മൂത്രം, ഇത് പശുവിൻ്റെ മൂത്രം, 1 കിലോ പച്ചച്ചാണകം,
1 കിലോ പച്ചച്ചാണം തന്നെ 3 ദിവസത്തിനുള്ളിൽ ആയിരിക്കണം ജീവാണുക്കളുണ്ടാവും. പിന്നെ 200 ചെറുപയർ പൊടി, ഏത് പൊടിയാവോ പയർ പൊടി ഏതായാലും മതി. 200 ഗ്രാം വെള്ളം, വെള്ളയാവാം, വെള്ളം കറുത്ത വെള്ളം, അല്ല ചുവപ്പ് വെള്ളം. 1 പിടി മണ്ണ് പറഞ്ഞാൽ നമ്മൾ ഏകദേശം എന്ന് പറഞ്ഞാൽ നല്ല രാസവളം ഇടാത്ത സ്ഥലത്തെ മണ്ണായിരിക്കണം, നല്ല ജീവാണുക്കളുണ്ടാവും. 1 പിടി മണ്ണ് ഒട്ടിച്ച് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി ബ്ലോക്ക് ബേസിൽ കറക്കുക. ബ്ലോക്ക് ബേസിൽ 3 നേരം കലക്കണം, ഇളക്കി വെക്കുക. 4-ാമത്തെ ദിവസം 5 ഇരട്ടി വെള്ളം ചേർക്കുമായിരിക്കും. ആദ്യം 10 ലിറ്ററാണ്, 5 ഇരട്ടി വെള്ളം ചേർക്കുമായിരിക്കും. അപ്പോൾ 50 ലിറ്ററായി. എന്നിട്ട് കോരിച്ച് ഇതിന് ഒഴിച്ചാൽ മതി. എന്താ അവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ മൂത്രത്തിലെയും മണ്ണിലെയും ചാണകത്തിലെയും മറ്റേ രണ്ടും അതിന് പ്രോഗ്രസ് ആകാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ 3,00,000 ജീവാണുക്കൾ, ഇപ്പോൾ 1,00,000 ജീവാണുകളുണ്ട്. ഏത് മൂത്രത്തിലും ചാണകത്തിലും ഈ മണ്ണിലും കൂടി 1,00,000 ജീവാണുണ്ട്. രാവിലെ 8 മണിക്ക് ഞാൻ ഇത് കലക്കി വെക്കുന്നു 10 ലിറ്റർ. അരമണിക്കൂറും ഇത് മൾട്ടിയാവും. അതായത് പ്രത്യേകത 2 ലക്ഷമായി. 1,00,000 2 ലക്ഷമാവും, 2 4 ആവും, 4 8 ആവും, 8 16 ആവും. ഓരോരോ അരമണിക്കൂർ വൈകി മൾട്ടി ആവുന്നുണ്ട്. അപ്പം നമ്മൾ ലേബറട്ടറിയിൽ പരിശോധിച്ച് നോക്കിയത് നാടൻ പശുവിൻ്റെ മൂത്രം ഉപയോഗിച്ചിട്ട് 4-ാമത്തെ ദിവസം ലേബറട്ടറി പരിശോധിച്ചപ്പോൾ 5 കോടി മുതൽ 8 കോടി വരെ ജീവാണുക്കളുള്ളതായി കണ്ടു. അതിനായിട്ടില്ല നാടൻ പശു, നമ്മുടെ കാസർഗോഡ് കൊള്ളന്മാരിൽ നാടൻ പശുവിൻ്റെ മൂത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ജീവാമൃതം ഉണ്ടാക്കിയപ്പോൾ പഴയ കാലത്ത് പരിശോധിച്ചപ്പോൾ 5 കോടി മുതൽ 8 കോടി വരെ ജീവാണുക്കളിലായി കണ്ടു. അതേ സമയത്ത് നമ്മൾ സാധാരണ കൃത്രിമ പശുവിൻ്റെ ആ മൂത്രം ഉപയോഗിച്ചപ്പോൾ 3 കോടി മുതൽ 5 കോടി വരെ കാണാൻ പറ്റിയിരുന്നു. അത് പകുതിയെ ജീവാണുക്കളാണ്. അപ്പം നമുക്ക് ഈ ജീവാണുക്കൾ അധികം സാരില്ല ഈ ചെടിക്ക്. എന്താ പറയുക, ഈ ജീവാണുക്കൾ. അപ്പം നമ്മളൊരു പാട്ട കോരിയിട്ട് ഒരു വെണ്ട കൊയ്ക്കുന്നു, 1 ലിറ്ററിൻ്റെ ഒരു പാട്ട നമ്മളൊരു ഇതിൽ കൊയ്ക്കുമ്പോൾ ഈ ഒരു പാട്ടയിൽ തന്നെ ചുരുങ്ങിയതൊരു 3 ലക്ഷം ജീവാണുക്കൾ ചുരുങ്ങിയതുണ്ടാവും. അപ്പം 3 ലക്ഷം ജീവാണു ഞാൻ വണ്ടിയുടെ അടിയിലേക്ക് കൊടുക്കുന്നു. ഇത് വളമല്ല, ജീവാണുക്കളാണ്. അപ്പം നിങ്ങൾ നേരത്തെ അടിവളം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവിടെ നൈട്രജനാക്കി മാറ്റാൻ ജീവാണുക്കളില്ല. ചില ആളെ മണ്ണിൽ ഉണ്ടാവില്ല. ചില പെണ്ണുങ്ങൾ പറയും ഞാൻ വെണ്ട നട്ടു, എന്തെല്ലാം ഇട്ട് കൊടുത്തേ മേലോട്ട് വരുന്നേ ഇല്ല, വരൂല, വരാണ്ടിരിക്കാൻ മണ്ണിൽ ജീവാണുക്കളില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എന്തായി, മണ്ണിൽ വളമുണ്ട്, പക്ഷെ നൈട്രജനാക്കാൻ വേണ്ടി ജീവാണുക്കളില്ല, മണ്ണിലില്ല. അപ്പം നമ്മളെന്തോ ജീവാമൃതം 1 ലിറ്റർ അങ്ങ് കൊടുത്തപ്പോൾ ഈ 3 ലക്ഷം ജീവാണുക്കൾ അടിയിൽ ഒഴിക്കുമ്പോൾ, ജീവാമൃതം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, ഒന്നുകിൽ ഉച്ചക്ക് ഒഴിക്കാൻ പാടില്ല. ഈ ചൂട്ടിന് ജീവാണുക്കളെല്ലാം നശിച്ചു പോകും. ഒന്നിക്കൽ പുതവെക്കുക, അതിനൊന്നും പുല്ലോ ഇലയോ ഒന്ന് വെച്ചിട്ട് അതിൽ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, അമിതമായ വെള്ളം ഒഴിക്കാനും മണ്ണിൽ ഈർപ്പം വേണം. ഈർപ്പം വേണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു അടിയിലെ ചെടിക്ക് ഒഴിക്കുന്നെങ്കിൽ അതിൻ്റെ വേര് ഏറ്റവും ആഴത്തിലൊന്നും ഉണ്ടാവില്ല, അല്ലേ? അപ്പം ഞാൻ ജീവാമൃതം ഒരു പാട്ട് ഒഴിച്ചു, ഒരു 4-5 പാട്ട വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ജീവാമൃതം ഇടത്തേക്ക് പോകും, വേരിനാക്കളടിയിലേക്ക് അത്രയ്ക്കാൻ പാടില്ല. അപ്പം നമ്മൾ പറഞ്ഞാൽ ഇത് ഒഴിച്ചിട്ട് ഈ ജീവാണുക്കളെല്ലാം അടിയിൽ പോകുന്ന രീതിയിൽ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്തായി, അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വേറെ പുളിപ്പിക്കുന്ന നൈട്രജൻ കൊടുക്കുക. നൈട്രജനാക്കാൻ ഒരു പണിയില്ല, യൂറിയനാക്കണം പവറുള്ള നൈട്രജൻ നമുക്ക് ഉണ്ടാക്കാം. 1 കിലോ കടലപ്പിണ്ണാക്ക്, 5 കിലോ പച്ചച്ചാണകം. 1 കിലോ കടലപ്പിണ്ണാക്കും, 5 കിലോ പച്ചച്ചാണകം. പായസം രൂപത്തിൽ കലക്കി വെക്കുക. പായസം എന്ന് പറഞ്ഞാൽ പ്രഥമൻ്റെ രൂപത്തിൽ വെള്ളം കണക്കില്ല, പായസം രൂപത്തിൽ കലക്കി വെക്കുക. 10 ദിവസം വെക്കണം. ഒന്ന് മൂടി, ഒരു ദിവസം ഒരു പ്രാവശ്യം ഇളക്കണം. 9 ദിവസം കഴിഞ്ഞ് മൂടി വെക്കണേലും 6-ാമത്തെ ദിവസം ആ പരിസരം എല്ലാം കക്കൂസ് കൂട്ടിയതിനേക്കാളും മണം വരും. അങ്ങനെ അതൊരു ചാക്കിട്ട് മൂടി, എന്നാലും 100 ചാക്കിട്ട് കൊടുത്താൽ ഗ്യാസ് മരത്തേക്ക് പോകും. 10-ാമത്തെ ദിവസം ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു 3 ഇരട്ടി വെള്ളം ചേർക്കുക. 1 അടി വരിയിലെ ചെടിക്ക് ഒഴിക്കുന്നുണ്ടെങ്കിൽ 3 ഇരട്ടി വെള്ളം ചേർക്കുക. പക്ഷെ നിങ്ങൾ അര അടി വരിയിലെ ചെടിക്ക് ഒഴിക്കുന്ന 5 ഇരട്ടി വെച്ചിന് കത്തി കരിഞ്ഞു പോകും. അവിടെ സംഭവിക്കുന്ന ജീവാണുക്കളുണ്ടായത് മൾട്ടിയായിട്ട്. ഇവിടെ സംഭവിക്കുന്ന നൈട്രജൻ. കള്ളപ്പുണ്ണാക്കിൽ പിന്നെ 1 കിലോ കള്ളപ്പുണ്ണാക്കിൽ പിന്നെ 8 കിലോ നൈട്രജൻ ഉണ്ട്. കള്ളപ്പുണ്ണാക്കിലെ നൈട്രജൻ ഈ പച്ചച്ചാണത്തിലെ നൈട്രജനും കൂടിയിട്ട് വിഘടനം നടന്നിട്ട് അങ്ങനെ നൈട്രജനാക്കി മാറ്റുക. അപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂറിയയിൽ 1 കിൻഡൽ യൂറിയയിൽ 46% നൈട്രജൻ. 1 കിൻഡൽ യൂറിയ മണ്ണിലിടുമ്പോൾ 46 കിലോ നൈട്രജൻ ആ മണ്ണിലേക്ക് പോകും. നേരത്തെ നിങ്ങൾ പറഞ്ഞ ഇതിലെ ജീവാണുക്കൾ നശിക്കാൻ കാരണം 1 കിൻഡൽ യൂറിയയിൽ 46 കിലോ നൈട്രജനാണ്. 1 കിൻഡൽ അമോണിയത്തിൽ 20. ഇത് കൃത്യമായി പറയാൻ കാരണം 75-76 FACT ഒരു മാനേജറായിരുന്നു. FACT ഡിപ്പോ പെരുമ്പിരി, അതിൻ്റെ ഡിപ്പോ നടത്തുന്നു. ഞാൻ എൻ്റെ എറണാകുളത്തെ ക്ലാസ്സൊക്കെ പോയി എങ്ങനെ 8-8-16 ഉണ്ടാക്കുന്നത്, എങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കാൻ കഴിയൽ പിന്നെ രാസവളത്തെ പറ്റി അവർ കൃത്യമായിട്ട് അറിയാം. അതിനുള്ള അപകടം അറിയാം. ഇപ്പം ഞാനത് പറയുന്നത് കീടനാശിനിനേക്കാളും ഭീകരനാണ് ഈ പറയുന്ന രാസവളം. കീടനാശിനി പിന്നെ ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറയുന്നത്, അതിനേക്കാളും ഭീകരം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ FACT നമ്മൾ ജൈവ സംഘടന പത്രത്തിൽ കൊടുത്ത് ഇവരെ മുണ്ടിയില്ല വരെ. കാരണം നമുക്കറിയാം, നിങ്ങൾക്കുള്ള ചോദ്യം ഞാൻ ചോദിക്കാം നിങ്ങളോട് തന്നെ. ഇപ്പം എന്ന് പറഞ്ഞാൽ 20-20-20 ഒരു വളം വിജയൻ്റെ അല്ലേ, 1 കിൻഡൽ 20-20 വളം ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അർത്ഥം 20-20 പറഞ്ഞാൽ പൊട്ടാഷ്യം നൈട്രജൻ അല്ലേ NPK അല്ലേ. 1 കിൻഡൽ വളം നിങ്ങൾ വാങ്ങിച്ചാൽ
നിങ്ങളെ മണ്ണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 20 കിലോ നൈട്രജനും 20 കിലോ ഫോസ്ഫറസ് 20 കിലോ പൊട്ടാഷ്യം കിട്ടി. അല്ല 60 കിലോ കിട്ടി. 40 കിലോ എന്ത് ഇൻക്ലൂഡ് 40 വെക്കണ്ടേ അല്ലേ? ഇത് ഫില്ലർ ചെയ്യുന്നത് പഴയ കാലത്ത് നിങ്ങൾ പറഞ്ഞ് മണ്ണും ബാക്കിയിലെ അവശിഷ്ടങ്ങളായിരുന്നു. ഒരു 20 വർഷമായി നമ്മൾ കണ്ടുപിടിച്ചിട്ട് 20 വർഷമായി. 20 വർഷം മുമ്പേ അത്ഭുതങ്ങൾ ഇപ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ വ്യവസായശാലയിലെയും 10,000-കണക്കിന് ലോഡുകൾ പോകുന്നത് FACTയിലേക്കാണ് ഇത് ഫില്ല് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ കൃഷിയിടമൊക്കെ സന്ദർശിച്ചു, നമ്മൾ കാര്യങ്ങൾ കുറേ മനസ്സിലാക്കി, കർണേട്ടൻ്റെ അനുഭവങ്ങളും നമ്മൾക്ക് അവിടെ എല്ലാം പറഞ്ഞു. ഇപ്പം നമ്മൾ വിളവെടുത്ത കുറച്ച് വിത്തുകൾ, ഇത് വിത്തുകളാക്കാൻ വേണ്ടി കുറേ പയറുകളൊക്കെ പറിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓലിന് ഉപയോഗിക്കുന്ന പയറാണ്. നമ്മൾ സാധാരണ കണ്ടല്ലോ കുമ്പളങ്ങയൊക്കെ ഇട്ട് ഓലം വെക്കുന്ന അതിൻ്റെ പയറാണ് കണ്ടോ, വെള്ള വിത്താണ്. അതിൻ്റെ ഉള്ളിലത്തെ വിത്ത് വെള്ള കളറാണ്. അങ്ങനത്തെ ഇതാണിത്. അതിന് വിത്ത് എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ ഇഷ്ടംപോലെ കുമ്പളങ്ങ പറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കുമ്പളങ്ങ ഇതിന് മുകളിൽ ഇരിപ്പുണ്ട്. അത് കയറാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ പോകണം. അത് ഓല കെട്ടിയിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ കുമ്പളങ്ങ. അപ്പോൾ അത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ കുറേ കാര്യങ്ങൾ കണ്ണേട്ടൻ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. കുറേ അവാർഡുകളൊക്കെ നേരത്തെ കിട്ടിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ കണ്ണേട്ടൻ പറയും. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ അതിന് ശേഷം കണ്ണേട്ട നമ്മുടെ കൃഷിക്കാർക്ക് ഒരു എന്താണ് പുതിയതായിട്ട് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും. ഈ അവാർഡിൻ്റെ കാര്യം പറഞ്ഞ ശേഷം അന്ന് അവാർഡ് കൊടുക്കും. അവാർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആദ്യകാലത്ത് ഇവിടെയൊക്കെ ചെയ്യുന്ന സമയത്ത് പയ്യന്നൂർ കൃഷിഭവൻ ഒരു ഫാം സ്കൂളായിട്ട് അംഗീകരിച്ചിരുന്നു. എന്നാൽ 50,000 രൂപ വന്നിട്ട് എല്ലാവരും ഫാം സ്കൂളിൽ വരികയും അവർ കൃഷി രീതി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവാർഡ് ആദ്യം കിട്ടിയിരുന്നു. പിന്നെ തളിപ്പറമ്പിൽ RITDC പറഞ്ഞു, അതൊരു കുറച്ച് കൊല്ലം കഴിയുമ്പോൾ അവർ 50,000 രൂപ വന്ന് ഫാം സ്കൂളായിട്ട് അംഗീകരിച്ച് ഇവിടെ വന്ന് കൃഷി പഠിപ്പിക്കുന്ന രീതിയിലേക്ക് ഉണ്ടായി. പിന്നെ 2010 പറഞ്ഞാൽ കർഷക ശക്തി അവാർഡ് പറഞ്ഞിട്ട് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും നല്ല കർഷകനുള്ള ജില്ലാ ബാങ്ക് കൊടുത്ത ഉണ്ട്. പിന്നെ ആത്മീയർ അവാർഡ്, പിന്നെ ഓരോരോ സംസ്ഥാനത്തിലെ അവാർഡ്. പിന്നെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിനോ സേവിയർ പുരസ്കാരമാണ്. അത് ഇന്ത്യയിൽ വെച്ചിട്ട് ഇന്ത്യയിൽ 12 ആക്കി ഒരു കൊല്ലം കൊടുക്കും. ഇന്ത്യയിൽ ഇത് 28 സംസ്ഥാനത്തും കൂടിയിട്ട് 12 പേർക്കാണ് ഈ പ്ലാന്റിനോ സേവിയർ പുരസ്കാരം കൊടുക്കുക. 12 ആക്ക്. അത് നമ്മൾ ആദ്യം 1 ലക്ഷമായിരുന്നു, പിന്നെ 1.5 നമുക്ക് കിട്ടുമ്പോൾ 1.5 ലക്ഷമായിരുന്നു. അത് 12 ആക്ക് കൊടുക്കും. 2 പേർക്ക് 2 ഗ്രൂപ്പിന് 40 ലക്ഷമായിരുന്നു. അങ്ങനെ 2013-14 ആ 13-ലാണ് പ്ലാന്റിനോ സേവിയർ പുരസ്കാരം കിട്ടുന്നത്. അതിങ്ങനെ അയച്ചിട്ട് നമ്മളിവിടുന്ന് പിന്നെ മണ്ണൂത്തിയാണ് അയക്കുന്നത് നിർദ്ദേശിക്കപ്പെടുന്നത്. പക്ഷേ ഇങ്ങനെ കിട്ടുന്നതല്ല. ഡൽഹിയിൽ നിന്നും അവാർഡ് കമ്മിറ്റി നേരെ ഇവിടെ വന്നിട്ട് ഡൽഹിയിൽ നിന്ന് വന്നിട്ട് കൃഷിയിടം പരിശോധിച്ച് സ്വർണത്തിൻ്റെ തിളക്കമുണ്ട് ഇതിന് അവാർഡിന്. നേരിട്ട് വന്നിട്ട് റെക്കമെൻഡ് കിട്ടുന്നതല്ല, നേരിട്ടിട്ട്. അങ്ങനെയാണ് പ്ലാന്റിനോ സേവിയർ പുരസ്കാരം 12 ആളെ ഒരു കൊല്ലത്തിൽ തിരഞ്ഞെടുക്കുക. അങ്ങനെ കിട്ടിയ ഒരു അവാർഡാണ് അതുള്ളത്. പിന്നെ ഈ പറഞ്ഞ മാതിരിയുള്ള പ്രാദേശികമാർ, പിന്നെ കോട്ടയം രൂപത, അങ്ങനെ ഓരോരോ രീതിയിലുള്ള പിന്നെ അവാർഡുകൾ പിന്നീട് കിട്ടിയിട്ട് അങ്ങനെ 10-ൽ കൂടുതൽ അവാർഡുകൾ നമുക്ക് കിട്ടി. അവാർഡ് കിട്ടുക എന്നുള്ളതല്ല, നമ്മൾ കൃഷിക്കാർക്ക് പുതിയതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആ ശരിക്കും കൃഷി രീതിയെ നമ്മൾ ശരിക്കും ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതന്നെ ഒന്നും കൂടി പറയുന്നു. നമ്മൾ മണ്ണിനടിയിൽ അടിവളം കുറച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ജീവാമൃതവും ഈ പുളിപ്പിക്കൽ സമ്പ്രദായവും കുറച്ച് മൂത്രവും ഇതൊക്കെ ഒരു ശരിയായ മൂത്രം 1 ലിറ്റർ മൂത്രം 8 ലിറ്റർ വെള്ളം ചേർത്തിന് ഒഴിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ യൂറിയനേക്കാളും പവറുള്ളായി. ചെറിയടിക്ക് 8 ഇരട്ടി വെള്ളം ചേർക്കണം, മൂത്രം നേരിട്ടാകും. അല്ലെങ്കിൽ ചാണകം ഇതൊക്കെ കഴുകി ടാങ്കിൽ നിന്ന് ഒഴിച്ചാൽ തന്നെ ഈ 3 രീതി ചെയ്താൽ തന്നെ ഒരു പ്രശ്നമല്ല. നമുക്ക് കുറച്ചേ വളം വേണ്ടു. നമ്മളിപ്പം ഇന്ന് വളത്തിന് വലിയ പൈസ കൂടി ഒരു കൂട്ട വളം 110 രൂപയ്ക്ക് ഒരു കൊട്ട വളം വാങ്ങിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്വർണ്ണത്തിൻ്റെ വെള്ളരിക്ക ഉണ്ടാവേണ്ടി വരും. സ്വർണ്ണത്തിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാകും. അതിൻ്റെ വില കണക്ക് അത്രയൊന്നും വേണ്ട വളം. അടിവളം കൊടുക്കുന്ന ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവാമൃതം ഉണ്ടാക്കാൻ പൈസ വേണ്ട, പുളിപ്പിക്കാൻ വേണ്ടി പൈസ വേണ്ട, നൈട്രജൻ ഉണ്ടാക്കാൻ പൈസ വേണ്ട. ഇത് കൃത്യമായിട്ട് 10 ദിവസം കൂടുമ്പം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചേ വെണ്ടയ്ക്ക് കാലയളവില്ലൂ, മറ്റ് എല്ലാ പച്ചക്കറിക്കും അത്ര കാലയളവ്. ഈ കാലയളവിൽ നമുക്ക് അടിവളം നല്ലോണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വളപ്രയോഗം വിലങ്ങനൊന്നും വേണ്ട. ഒരു പ്രാവശ്യം വേണമെങ്കിൽ തടം കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൊടുത്തിട്ട് പിന്നെ ഈ പറയുന്നത് വേറെ ജീവാമൃതവും ഈ നൈട്രജൻ്റെ പുളിപ്പിച്ചതും ഇങ്ങനെയുള്ള കുറച്ച് ലേശം മൂത്രവും പശുവിൻ്റെ മൂത്രമൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് പച്ചക്കറിയില്ല. പിന്നെ മണ്ണ് ഒരുക്കിയിട്ട് ചെയ്യണം. ഇപ്പോൾ എല്ലാവർക്കും അപകടം പറ്റുന്നത് ഈ അമ്ലത എന്ന് പറഞ്ഞിട്ട് വേപ്പമുണ്ണാക്കും കുമ്മായും ചാണകലും ഒന്നിച്ചങ്ങ് ഇട്ടിട്ടങ്ങ് നടുമ്പോൾ ഒരു ചൂടങ്ങ് പൊന്തും. അപ്പോൾ വെള്ളരിയിൽ തൈ എല്ലാം തന്നെ മുളച്ച് വരുമ്പോൾ തന്നെ വെന്ത കണക്കുണ്ടാവും. ഈ ചൂടിന് താങ്ങാൻ കഴിയില്ല. അപ്പോൾ നമ്മളെപ്പോൾ കൃഷിസ്ഥലം ഒരുക്കുക എന്നുള്ള വളരെ പ്രധാനമാണ്. അതായത് നമ്മൾ തടായാലും എന്തായാലും ഒരാഴ്ച കൊണ്ട് ഒരുക്കിയിട്ട് നടുക. എന്നാൽ കുറേ ലാഭകരമായിട്ടുള്ള ഒരു കൃഷിൻ്റെ വിളവുണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനം നമുക്ക് വലിയ പ്രശ്നമുണ്ട്. അതിപ്പം ഞാനിപ്പം പറഞ്ഞ മാതിരി നമുക്കെല്ലാം 2 വിളക്കണ്ടത്തിലാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളെ തറ മറിച്ചിട്ട് കൃഷി ചെയ്യുന്നത്. അതും ലാഭകരമാണ്, വെള്ളം കുറച്ചേ വേണ്ടു.
അതെല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മൾ കൂടുതൽ അതിൻ്റെ പണിയുള്ളതുകൊണ്ടാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, നമ്മൾ കൃഷി 3 തരം കൃഷി രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്ന് ജൈവ കൃഷി, ഒന്ന് പ്രകൃതി കൃഷി, ഒന്ന് ചിലവില്ലാ കൃഷി. ഒരു ചിലവും ഇല്ലാണ്ട് കിൻഡൽ കണക്കിന് പച്ചക്കറി ഇങ്ങനെ ഉണ്ടാക്കും. അതാണ് ഈ പറഞ്ഞ ജീവാമൃതം മാത്രമല്ല ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പച്ചക്കറി കൃഷി എന്ന് പറയുന്നത്. അതാണ് ഈ വൈനികൊന്നും വരിങ്ങൊന്നും കൊടുത്തിട്ടില്ല, ജീവാമൃതം അടിവളും കൊടുത്തതേ ഉള്ളൂ. എത്രയോ കിൻഡൽ പറിച്ചു കഴിഞ്ഞു. അവിടെ ഒരു കയ്പൊക്കെ ഉണ്ട്. ഒരു വിത്ത് പോലും നടാതെ 5000 വിത്തതിനുള്ളിൽ എടുത്തു വെച്ചു. കിൻഡൽ കണക്കിന് കയ്പ് ഒന്നും നട്ടില്ല. കഴിഞ്ഞ കൊല്ലം കൃഷി ചെയ്ത് 120 തൈ മുളച്ചു. ഞാനൊന്നും നട്ടില്ല. ആ മുളച്ച തൈ പന്തൽ കയറ്റി കൊടുത്തു. 5000 വിത്ത് എടുത്ത് വെച്ചു. കിൻഡൽ കണക്കിന് കയ്പൊക്കെ വരയ്ക്കുകയും ചെയ്തു. എന്താണ് അതിന് തനതായ വിത്തിൻ്റെ നമ്മൾ ചെയ്ത ജൈവകൃഷിയുടെ ആ വിത്തിൻ്റെ പ്രതിരോധ ശേഷിയുടെ കഴിവാണ്. പിന്നെ വീട്ടിൻ്റെ 1.25 ഏക്കർ, 1 ഏക്കറിൽ കൂടുതൽ 45 വർഷമായിട്ട് പ്രകൃതി കൃഷിയാണ്. പൊക്കുമൊക്കെ എടുത്തതാണ്. അതിൻ്റെ ഇലകൾ കിൻഡൽ കണക്കിന് കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ പ്രകൃതി കൃഷിക്ക് ഒരു നമ്മളെ ചെറിയ ചെടി, വലിയ ചെടി, വലിയ എല്ലാതരം ചെടികളും ഉണ്ടാകുമ്പോൾ ഔഷധ മരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. 30ഓളം പഴവർഗ്ഗങ്ങളുണ്ട്, 50ഓളം മാവുകളുണ്ട്, 13 തരം മാവയുണ്ട്. മാങ്ങമന്തോട്ടുള്ള അപ്പുറമാണ് എൻ്റെ ഉള്ളത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ ഈ പറയുന്ന 1 ഏക്കറിൽ 45 വർഷമായിട്ട് ഒരു സ്പൂണ് വളം കൊടുക്കാറില്ല, കൈക്കോടി പറമ്പിൽ കാണിക്കാറില്ല, പറമ്പിനുള്ളിൽ മാത്രം സ്പ്രിങ്കിൾ കൊടുക്കും. ഇപ്പോഴും അതിൻ്റെ വില 75-80 തേങ്ങ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. 45 വർഷമായി പറിക്കുന്നു. അത് പ്രകൃതിയുടെ അത്ഭുതകരമായ, പ്രകൃതിയിൽ നാം ഒന്നും ചെയ്യേണ്ട, പ്രകൃതിയെല്ലാം നമുക്ക് തരുമെന്നുള്ള ഈ ഇലകൾ കൊഴിഞ്ഞു പോകുന്നതാണ്. എത്രയോ ഇലകൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് 3 തരം കൃഷി രീതി ഞാൻ പറഞ്ഞത്. ജൈവ കൃഷി സാധാരണ ചെയ്യുന്നവർക്ക് ചെയ്യാം. ഈ ചിലവില്ലാ കൃഷി എല്ലാവർക്കും ചെയ്യാം. ഈ പറഞ്ഞ മാതിരി ജീവാമൃതം ഉണ്ടാക്കാം, പശുവിനെ പോറ്റൊന്നും വേണ്ട, അടുത്ത വീട്ടിൽ ലേശം മൂത്രവും ചാണകം സംഭരിക്കാൻ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ. മനസ്സിൽ കൃഷി വന്നാലേ മണ്ണിൽ കൃഷി ഉണ്ടാവും. മനസ്സിൽ കൃഷി വേണം, എന്നാലേ നിങ്ങളുടെ ഭാവിയിൽ വന്ന് 2 ചെടി വാങ്ങാൻ എനിക്ക് മനസ്സ് വരും, അല്ലേ? ഇല്ലെങ്കിൽ മനസ്സ് വരില്ല. മനസ്സിൽ കൃഷി വന്നാൽ മണ്ണിൽ കൃഷി ഉണ്ടാവും. എന്നാൽ എല്ലാ കൃഷിക്കാരോടും പറയാനുള്ളത്. പിന്നെ മാത്രമല്ല, നമുക്കെല്ലാം ഉണ്ടാകുന്നൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഈ അണുകുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളവരെല്ലാം ഗ്രോ ബാഗ് കൃഷി ചെയ്യുന്നു. ഗ്രോ ബാഗ് കൃഷിയെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഗ്രോ ബാഗ് കൃഷിയെ ഞാൻ സ്വാർത്ഥ കൃഷി ഞാൻ പറയാം. അത് തെറ്റില്ല. ചിലപ്പോൾ മക്കളെല്ലാം അങ്ങനെ ആരും 2 ആൾക്ക് വേണ്ടിയിട്ട് പച്ചക്കറിയെ വേണ്ടു, ആയിക്കോട്ടെ, നല്ല തന്നെ. പക്ഷേ കൂടുതൽ കൃഷി ചെയ്യാൻ സൗകര്യമുള്ളവർ ഒരു 5 സെൻറ്റോ 1 സെൻറ്റോ സ്ഥലത്ത് മണ്ണ് തന്നെ ചെയ്യണം. മണ്ണ് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം ഉൽപ്പാദനം കൂടുതൽ കിട്ടും. നാളെ നമുക്ക് ശേഷം ഒരു ജീവനുള്ള മണ്ണ് വരും തലമുറക്കിൽ ഉണ്ടാവും, ഗ്രോ ബാഗിൽ ഉണ്ടാവില്ല. ആ ഒരു പ്രത്യേകത കൂടുതൽ ഈ ഗ്രോ ബാഗ് കൃഷി എന്ന് വിചാരിച്ചിട്ട് ഇപ്പം സൗകര്യം ഇല്ലാതാക്കി ഗ്രോ ബാഗ് ചെയ്യും. ഉടനെ പ്രോത്സാഹിപ്പിക്കണം, അതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. പക്ഷെ സൗകര്യമുള്ളവർ മണ്ണിൽ തന്നെ കൃഷി ചെയ്യണമെന്നാണ് ഒരു നിർദ്ദേശം പറയാറുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കണ്ണേട്ടൻ്റെ ആയിട്ട് കുറേ നേരം നമ്മൾ ചിലവഴിച്ചു. കണ്ണേട്ടൻ്റെ അനുഭവങ്ങൾ ഒക്കെ നമ്മൾ ഷെയർ ചെയ്തു. കുറേ നല്ല കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെന്നല്ല, വളരെ നമുക്ക് ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾ കണ്ണേട്ടന് നമുക്ക് ലഭിക്കാനിടയായി. നമ്മൾ കണ്ണേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ ബൈ.